മഹീന്ദ്ര XUV പൊതുവേ ഉള്ളൊരു കംപ്ലൈൻ്റ് ആണ് കേട്ടോ ഇത്. ഗേജ് ഇതുപോലെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗേജ് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ഇപ്പം സാധനമാണ് കിട്ടാനും പാടാണ്. നമുക്ക് സംഭവം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നിസ്സാര ഒരു സോൾഡറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് സ്ഥിരമായിട്ട് മാറ്റാൻ പറ്റും. ഇതാർക്കാണ് സിമ്പിളായിട്ട് ചെയ്യാൻ ടാങ്ക് ഇറക്കി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ഫ്ലോട്ട് ചെറുതായിട്ടൊന്ന് സോൾഡർ ചെയ്യുന്നത് തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എന്തെങ്കിലും കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. ഇതാണ് ഫ്ലോട്ട്. ഇത് നമ്മൾ അയച്ചു വെച്ചേക്കുന്നതാണ്. ഉണ്ടോ, ഇതാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ള പാർട്ട് കേട്ടോ. ഇതേ കംപ്ലൈൻ്റ് ഉള്ളൂ. ഇത് മാത്രം അഴിച്ചാൽ മതിയാവും. ഇതിന് കംപ്ലൈൻറ്റ് വരുന്ന പാർട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമായിരിക്കും. ഈ ലൈൻ കണ്ടോ, ഈ ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ കയറുന്നുണ്ടോ, ഇവിടെ വരെ ഈ ഭാഗം മാത്രമായിരിക്കും കംപ്ലൈൻറ്റ് വരിക. അതുകൊണ്ട് ഇത്രയും ലൈൻ മാത്രം സോൾഡർ ചെയ്താൽ മതി. സോൾഡറിങ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കൊടുത്താൽ മാത്രം മതിയാവും. ഇത് മൊത്തം ഫില്ലായിട്ട് ഈ കംപ്ലൈൻറ്റ് മാറുന്നതായിരിക്കും. അതായത് മാറേണ്ട യാതൊരു ആവശ്യമില്ല. അല്ല, ഈ ഭാഗം മാത്രം, ഇത്രയും ഭാഗത്ത് എന്തായാലും കംപ്ലൈൻറ്റ് വരികയുള്ളൂ. ഇതുവരെ ഇപ്പോൾ 4 ചെയ്ത് ഇത്രയും ഭാഗം മാത്രമാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാത്രം സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ആവുന്നതായിരിക്കും. കണ്ടോ, ദ്രവിച്ചിട്ടുണ്ടോ, എല്ലാത്തിനും ദ്രവിച്ച് പോകുന്നുണ്ടാവും. ഇത്രയും പോർഷൻ നമ്മൾ സോൾഡർ ചെയ്ത ശേഷമുള്ളതാണ്. നമുക്ക് വർക്ക് ചെയ്യിക്കാം. ഇപ്പോൾ ഫുള്ളി ലൈൻ കണ്ടിന്യൂറ്റി ആയിട്ടുണ്ട്. അത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് ആയിക്കോളും. നമ്മൾ സോൾഡറിങ്ങിന് ശേഷമുള്ള വീഡിയോ ആണത്. ഉണ്ടോ, ഇപ്പോൾ ഫുള്ള് ഡീസൽ ഊറ്റിയിട്ടുള്ള സംഭവമാണത്. ഇനി ഒഴിച്ചതിന് ശേഷമുള്ള കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് തീരുന്ന പ്രശ്നങ്ങളുണ്ട്. ഇത് ഡീസൽ ഒഴിച്ചതിന് ശേഷമുള്ള ഇതാട്ടോ. അപ്പോൾ സംഭവം വർക്കായിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.